എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേക്കും ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. പുഡിങ് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടിയിൽ ബേസായിട്ട് കൊടുക്കുന്നത് മിക്സഡ് ഫ്രൂട്ട് കേക്കാട്ടോ. മിക്സഡ് ഫ്രൂട്ട് കേക്ക് തന്നെ വേണമെന്നില്ല, വാനില കേക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഈ കേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ട്രേയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ലിറ്റർ പാല് ഒന്ന് ചൂടാകാനായിട്ട് വെക്കാം. അതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായതിന് ശേഷം പാല് ചെറുതായിട്ടൊന്ന് ചൂടാവണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഒന്ന് പാലിൽ തന്നെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പാല് ചൂടായതിന് ശേഷം വേണം കേട്ടോ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാൻ. ഇത് ഒരു 1/4 കപ്പ് പാലിൽ ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തിട്ട് പാലിലോട്ട് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അടിയിൽ പിടിക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതൊന്ന് തിക്കായതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ. ചൂടോടുകൂടി തന്നെ നമുക്ക് കേക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി ഒഴിക്കുമ്പം ഈ കേക്കും ഇതുമായിട്ട് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. ഇനി നമുക്ക് ഈ കസ്റ്റാർഡിൻ്റെ മുകളിലോട്ട് കുറച്ച് മാങ്ങ, നല്ല പഴുത്ത മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. മാങ്ങ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ആപ്പിളോ പഴമോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ മാങ്ങയുള്ളത് കൊണ്ട് അത് മാത്രമേ ഇട്ട് കൊടുത്തന്നേ ഉള്ളൂ. മാങ്ങയെല്ലാം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. ഇനി നമുക്കൊരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് ക്രീം കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ ടിന്ന് ഫ്രഷ് ക്രീം ഫുള്ളും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മധുരം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഫ്രൂട്ട്സിലും കേക്കിലും പിന്നെ നമ്മൾ കസ്റ്റാർഡ് റെഡിയാക്കുന്നതിലും ഒക്കെ മധുരം കാണും. അപ്പോൾ ഒരുപാട് മധുരം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള മധുരം ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പുഡിങ്ങിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2-3 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇപ്പം നമുക്ക് നാളത്തെ ആവശ്യത്തിനാണെങ്കിൽ തലേന്ന് ഇത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തണുത്ത് നല്ല സെറ്റായിട്ട് ഇരിക്കും. ഇത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് കേട്ടോ. ഉണ്ടാക്കാനും വളരെ എളുപ്പമായിട്ടുള്ളൊരു പുഡിങ്ങാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം കേട്ടോ. പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോഴിനി നല്ല നല്ല വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.